ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മാർക്കറ്റിൽ ഒരു നല്ല വോളറ്റാലിറ്റി ഉള്ള ദിവസമായിരുന്നു. മന്ത് എൻഡിനോട് അടുക്കുന്നതോറും മാർക്കറ്റ് വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. മാർക്കറ്റ് സത്യത്തിൽ ഇന്ന് ഒരു ഹൈ പോകുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു മൊമെൻ്റം ഫസ്റ്റത്തെ ഒരു മൊമെൻ്റം കണ്ടപ്പോൾ അന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. 24,000 മുകളിൽ ഒരു ക്ലോസിംഗ് തരും, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നുള്ള ഒരു വ്യൂവിലായിരുന്നു രാവിലെ മാർക്കറ്റ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തത്, രാവിലത്തെ മൊമെന്റത്തിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആരൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും തിരിച്ചു കയറി എന്നുള്ളതാണ്. ഈ ഒരു വോളറ്റാലിറ്റി ചെറിയതൊന്നല്ല, അത്യാവശ്യം നന്നായിട്ട് പ്രീമിയം കയറുന്ന രീതിയിലായിരുന്നു ഈ ഒരു മൊമെന്റം വന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം ഒരു ഷാർപ്പ് അല്ലെങ്കിൽ 11:45 ഒരു ഷാർപ്പ് സെൽ ഓഫ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് മാറി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് നമ്മൾ അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, മേലേക്കുള്ള ട്രേഡുകളും അതേപോലെ ഇതിൻ്റെ എല്ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡുകളും പ്ലാൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. ഈ ഒരു ഏരിയക്കുള്ളിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തത് ഇന്ന് കംപ്ലീറ്റ് ട്രേഡും ചെയ്തത് എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ട്രേഡും അതേപോലെ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് കുറച്ചൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ പുറച്ചെടുക്കലിൻ്റെ ട്രേഡും ക്യാച്ച് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ട്രേഡും എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നാളെ മറ്റേ കൂടെ ട്രേഡ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. അതിന് കാരണം മാർക്കറ്റിൻ്റെ ഈ ഒരു വോളറ്റാലിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രീമിയം മൂവ്മെന്റ് ഇല്ലാത്തൊരു കണ്ടീഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് അതിനു വേണ്ടി നന്നായിട്ട് പ്രീമിയം കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നാളെ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാം, നമുക്ക് ട്രേഡ് താഴത്തേക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് 23,400 അല്ലെങ്കിൽ 375 വരെ ലെവലിലേക്കൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ മുകളിൽ എന്നാണോ പോകുന്നത് അതിനുശേഷം മാത്രമേ ഇതുള്ളൂ നമ്മൾ കോൾ സെറ്റിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് ഡെയിലി ക്യാൻഡിലിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കുക, മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡൗൺ സൈഡ് ഫാള്, ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ, അതിനുശേഷം ഒരു ബ്രേക്ക് ഡൗൺ എന്നുള്ള സിനാരിയോ ആണ്. നമ്മൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞ ദിവസം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലോ ടെസ്റ്റ് ചെയ്യാൻ വരാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. 23,547 അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യാം, മാർക്കറ്റ് 23,300 ലെവലിലേക്ക് മാർക്കറ്റ് ഡെയിലി ക്യാൻഡിൽ വരാമെന്നുള്ളതുകൊണ്ട് ഡൗൺ സൈഡ് ട്രേഡ് എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യാം. ചെറിയ ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡുകൾ ചെയ്യാണ്ടിരിക്കുന്നതാവും നല്ലത്. ഇതാണ് നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയ ഹൈ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീമിയത്തിലും പമ്പിങ് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടുന്ന് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഏകദേശം പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സ്വിംഗ് ഹൈ 51,602 വരെ പോയി. അവിടുന്ന് എന്ത് ചെയ്തു, അതൊക്കെ താഴെ വന്നിട്ട് വീണ്ടും ചെയ്തു ഒരു പുൾ ബാക്ക് എടുത്തു. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് സിമ്പിൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഈ സിമ്പിൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് റീടെസ്റ്റ് കിട്ടാൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരികയും മാർക്കറ്റ് ഇത്രയും നല്ല പാൾ തന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ പോയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യാൻ 50,724 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50,517 50,000 എന്നുള്ള ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ വരുമെന്നുള്ളതിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നാളെ ട്രേഡ് ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാത്രമേ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇൻ കേസ് പിന്നെ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡിലും ട്രേഡ് അതായത് പിന്നെ കോളം പുട്ടും സെല്ല് ചെയ്തിട്ട് ട്രയാങ്കുലർ സ്റ്റാളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി വിക്സ് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വിക്സ് എന്ത് ചെയ്യാം, കോൾ ഓഫ് ആവാനുള്ള ഒരു സിനാരിയോ കൂടെ ഉണ്ടാവാമെന്നുള്ളതുകൊണ്ട് മാർക്കറ്റിൽ മിക്കവാറും എന്ത് ചെയ്യും, ഇവിടെ പിന്നെ പ്രീമിയം മെൽറ്റിങ് കിട്ടാമെന്നുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന സെല്ലിങ്ങിലേക്കായിരിക്കും. ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് കൂടിയിട്ടുണ്ട്, 75 കൂടിയിട്ടുണ്ട് എന്നുള്ളത് എന്താ ഉണ്ടായിരുന്നു, നമ്മളിന്ന് കണ്ടതാണ്. അപ്പോൾ ഇനി പിന്നെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാവും, മാർക്കറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ എത്ര പ്രീമിയം കൂടാം അല്ലെങ്കിൽ എത്ര വരെ പോകുന്നുണ്ട്, പ്രീമിയം പമ്പ് ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് കറക്റ്റായിട്ട് ഐഡിയ കിട്ടുന്നത് വരെ സത്യത്തിൽ ഒരു 3-4 ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ പ്രീമിയം വാച്ച് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക, മാർക്കറ്റ് എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഡൗൺ സൈഡ് ട്രേഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ് സൈഡ് ട്രേഡുകൾ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നാളെ ഈ ഒരു പിന്നെ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് 2024. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ 2025 മാറി. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം ഒരു 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഒക്കെ വീക്കെൻഡ് മന്തിൻ്റെ ആണ്, ഇയറിൻ്റെ ആണ്, ഒക്കെ ന്യൂ ഇയറിൻ്റെ മോഡുക്കും വെക്കേഷൻ മോഡിലൊക്കെ ആയതുകൊണ്ട് വോളിയം പൊതുവെ കുറവാണ് എന്നുണ്ടായിട്ട്
ഇന്ന് ഇത്രയധികം മൊമെൻറ്റം കാണിച്ചു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നല്ല രീതിയിൽ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി ട്രേഡ് ചെയ്ത് തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി മിഡ് ക്യാപ്പ് ആണ് ലാസ്റ്റ് ആ ഒരു 3 മണി സമയത്ത് നല്ലൊരു മൊമെൻറ്റം തന്ന് ഒരു 1.72% ഗ്യാപ്പ് അപ്പ് സൈഡിൽ ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ 2 ക്യാൻഡിൽ 12,700 13,000, അതായത് 300 പോയിന്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് തന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെയായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാലും പോരാ, കാരണം 2-2-15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇത്രയും പിന്നെ മൂവ്മെൻറ്റ് പോയിട്ടുള്ളത്. 300 പോയിന്റ് 2.5% മൂവ്മെൻറ്റ് ആണ് ലാസ്റ്റ് അരമണിക്കൂർ കൊണ്ട് തന്നിട്ടുള്ളത് എന്നുള്ളത് പിന്നെ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. കാരണം പ്രീമിയത്തിന് ഭയങ്കരമായിട്ട് പമ്പ് ചെയ്തിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളിയം കുറവാണ്, ലിക്വിഡിറ്റി കുറവാണ് മിഡ് ക്യാപ്പിൽ, അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ ട്രേഡ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ. പിന്നെ അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ പിന്നെ നോക്കിയ പല ആൾക്കാരും കാണാൻ പറ്റുന്നുണ്ടാവും, ചില സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഡയറക്ഷനിലല്ല എന്നുണ്ടെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ട്രേഡിങ്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. കാരണം ഓൾറെഡി ലോട്ട് സൈസ് കൂടിയുകൊണ്ട് ചെറിയ ലോസ് വന്നാൽ പോലും നന്നായിട്ട് എന്ത് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ 20 രൂപയുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 700 രൂപ അല്ലെങ്കിൽ 650 രൂപയൊക്കെ ലോസ് വന്നിരുന്ന സമയത്താണ് ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നത്, അത് 1500-ഉം 1400 ആയിട്ട് കൂടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതാവും നല്ലത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.